അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഒരു പോളിഷ്ഡ് റെസ്യൂമെ വെച്ച് വന്ന ടൈമിൽ 1 മാസം കുത്തിയിരുന്ന് കണ്ട സകല സൈറ്റിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സീക്ക്, ഇൻഡീഡ്, എല്ലാ സൈറ്റിലും. അതൊരു 100-150 ഒക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, പാത്രം കഴുകാൻ പോലും ഇവിടെ നമ്മളെ ആർക്കും വേണ്ട. ആക്ച്വലി ഞാനിത് പറയാൻ പാടില്ല, പാത്രം കഴുകാൻ പോലും എന്ന്. കാരണം ഓക്കെ, നമ്മളെ നാട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി, ഇന്ന വർക്ക് ഉണ്ട്, ഇന്ന ആളുകൾക്കാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം ബുദ്ധിയുള്ളവർ ചെയ്യുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിനൊന്നും പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു ഒരുപാട് സൈറ്റിൽ ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്തു. എനിക്ക് അക്കൗണ്ട്സ് അറിയാം, ഞാൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, സെയിൽസിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ആർക്കും വേണ്ട. പിന്നെ ഞാൻ ഓരോ സ്ഥലത്ത് പോയി അന്വേഷിക്കാൻ തുടങ്ങി, ജോബുണ്ടോ വേക്കൻസി ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോഴും നമ്മളെ ആർക്കും വേണ്ട. ആക്ച്വലി ഇവിടെ ഒരു സ്ട്രോങ് റെഫറൻസ് വേണം, റെഫർ ചെയ്യണം നമ്മളെ, ഇന്ന വർക്ക് ചെയ്യാൻ ഇയാൾക്ക് അറിയാമെന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ സംബന്ധിച്ച് ഇവിടെ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്നല്ല, എന്ത് വർക്ക് ചെയ്താലും ഇവിടെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഏകദേശം ഞാനൊരു ഏജൻസി ത്രൂ ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ ഒരു വൺ വീക്കിനുള്ളിൽ അവരെന്നെ വിളിച്ചു. ജോബ് എന്താണെന്നല്ലേ, പാക്കിങ്. ആദ്യമൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചാർലി ചാപ്ലിൻ്റെ മറ്റേ സീനൊക്കെ ആലോചിച്ചിട്ട്. വിയറ്റ്നാമിലെ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ നമ്മളെ കമ്പനിയിൽ. അവരോടൊക്കെ എനിക്ക് തല്ല് കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ, നീ എങ്ങനെയാണോ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. ആക്ച്വലി എനിക്കിങ്ങനെ പറയണമെന്നുണ്ടെന്ന്, എനിക്ക് അവിടെ പാക്കിങ് അല്ലായിരുന്നു പണിയെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വീക്കിലിയാണ് ഇവിടെ പേയ്മെൻറ്റ് വരിക. ബുധനാഴ്ച നമുക്കൊരു മെയിൽ വരും പേ സ്ലിപ്പിൻ്റെ. കാഷ്വൽ വർക്ക് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി, നമ്മളവിടെ ഇപ്പോൾ കാഷ്വൽ വർക്ക് എന്നൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല. ഐ മീൻ ഏജൻസി ത്രൂ അല്ലെങ്കിൽ കാഷ്വൽ വർക്ക് എന്നൊക്കെ പറയുന്നത് കിച്ചൺ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ പിക്ക് പാക്കർ, ഇങ്ങനത്തെയൊക്കെയാണ് വർക്ക് വരുന്നത്, ക്ലീനിങ് വർക്ക്. അപ്പോൾ ആരെങ്കിലും ഈ പെർമനൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ലീവ് ആണെങ്കിലൊക്കെയാണ് നമ്മളെ ഈ ജോബിന് വേണ്ടിയിട്ട് നമ്മളെ വിളിക്കുക. അപ്പോൾ അവർക്ക് ലീവ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ എംപ്ലോയീസിനെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ വിളിക്കുക. മേ ബി വീക്കിലി ഒരു 2-3 ദിവസമൊക്കെയാണ് ജോബ് ഉണ്ടാവുക. പക്ഷേ ആ ഒരു ജോബിൽ തന്നെ നമ്മളെ എല്ലാ ആവശ്യങ്ങളും, നമ്മളെ ബില്ലും കാര്യങ്ങളൊക്കെ നമുക്കത് ആ ഒരു പേയ്മെൻറ്റിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇവിടെ കുറേ സ്റ്റുഡൻസൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് വെറുതെ അല്ല ഇപ്പോൾ ഇവിടേക്കൊക്കെ വന്ന ആളുകൾ നാട്ടിലേക്ക് വരാത്തത്. കാരണം ഇവിടെ ഏത് ജോബ് ചെയ്താലും നല്ല റെസ്പെക്റ്റാണ്. അതുമാത്രമല്ല, നീ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ അതാണോ ചെയ്യുന്നത്, അല്ല നന്ദൻ്റെ മോളത് പാക്കിങ്ങാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെലിവറിയാണ് ചെയ്യുന്നത്, ഇതൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇത് വെച്ച് നമ്മളെ ജഡ്ജ് ചെയ്യാനോ ഒന്നും ഇവിടെ ആരും ഇല്ല. അപ്പോൾ ഹാപ്പി, നമ്മളെ കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്യും. നമ്മൾ അത്യാവശ്യത്തിനുള്ള പേയ്മെൻറ്റൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാനോ ഇതിലൊക്കെ ചെയ്തു പോവാം ഇവിടുന്ന്. പിന്നെ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. ആക്ച്വലി ഞാൻ കണ്ടമൻ എന്തൊക്കെയോ ജോബ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ സങ്കടം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പെയിൻറ്റിങ് അറിയില്ല, എനിക്ക് പ്ലംബിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ വർക്കോ അല്ലെങ്കിൽ കാർപ്പൻട്രി വർക്കോ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നത്. കാരണം ആ വർക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അതൊക്കെ PR ലീഡ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നല്ല ജോബ്, അവരൊക്കെയാണ് ഇവിടുത്തെ ബില്യനേഴ്സ്. ആക്ച്വലി അവർക്കൊക്കെയാണ് 2-3 കാറും വീടും സെറ്റിൽഡായ ആളുകളൊക്കെ അവരാണ്. ഞാനിപ്പോൾ മിസ് ചെയ്യുന്നത്, ഞാൻ അതൊന്നും പഠിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോബുകൾ ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ പിക്ക് പാക്കിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പിക്ക് പാക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഡെലിവറി ചെയ്യുന്നുണ്ട് ഞാനിവിടെ. കുഴപ്പമില്ല എന്നല്ല കേട്ടോ, കമ്പയറിങ് ടു നമ്മളെ നാട്ടിലെ എമൗണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി. നമുക്ക് നമ്മളെ ആവശ്യങ്ങളും കഴിയും, നമ്മളെ കാര്യങ്ങളും കഴിയും. യെസ്.